ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ കണ്ണുമടച്ച് മൗനികളായി കഴിയാതെ അമേരിക്കൻ ഭീകരരെ യാങ്കിപ്പടയുടെ പിന്തുണയോടെ മധ്യേഷ്യക്കൊരു ശാപം തീർത്ത് മാനവരാശിക്കാപത്ത് മുസ്ലിം ലീഗ് സിന്ദാബാദ് നൈറ്റ് മാർച്ച് സിന്ദാബാദ് സാമ്രാജ്യത്വം തകരട്ടെ പശ്ചിമേഷ്യൻ ഭാഗത്ത് വലിയ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരെ കൃത്യമായി സാമ്രാജ്യത്വ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങിവെക്കുകയും ആ സാമ്രാജ്യത്തിൻ്റെ ലോക പോലീസ് സമയുന്ന അമേരിക്ക അതിന് പിന്തുണക്കുകയും ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിനെതിരെ കൃത്യമായ കാരണങ്ങളോ ന്യായങ്ങളോ ഇല്ലാതെ യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിൽ ചെകുത്താന്മാരെല്ലാവരും ഒന്നിക്കുകയും ചെയ്ത കിരാതമായൊരു സാഹചര്യം ലോകത്ത് കാണുകയുണ്ടായി. ഈ അമേരിക്ക ലോക പോലീസ് സമയുകയും ആ അമേരിക്കയെ വെള്ളപൂശിക്കൊണ്ട് പല രാജ്യങ്ങളും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത് തികച്ചും അധർമ്മമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇറാനെതിരെ എന്തിനാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ കൂടെ ഈ ലോക പോലീസ് സമയുന്ന ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയുമൊക്കെ കൂട്ടുകൂടുന്നത് എന്തിനാണ് എന്നും ആകെ ഒരു ഉത്തരമേ ഉള്ളൂ. അവരെ ഈ പശ്ചിമേഷ്യൻ ഭാഗത്ത്, ഈ മധ്യേഷ്യയുടെ ഭാഗത്ത് അശാന്തി വിതക്കുകയും ആ രാജ്യങ്ങളെ മുഴുവനായിട്ട് തകർക്കുകയും ആ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യമില്ലാതാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ സാമ്രാജ്യത്വത്തിന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വേരൂന്നുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാത്രി 10 മണിക്ക് ശേഷവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു ആഹ്വാനപ്രകാരം ഇത്രയും ആളുകൾ തടിച്ചുകൂടി ഒരു യുദ്ധവിരുദ്ധ പ്രകടനം നടത്തിയ സാഹചര്യമാണുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിരപരാധികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ അതിർത്തികളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ സാഹചര്യമാണ്. ഈ ഒരു അവസരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും സ്റ്റോപ്പ് വാർ യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ തന്നെയും വളരെ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ. അവരുടെയൊക്കെ സ്വൈര്യ ജീവിതത്തിന് താറുമാറാകുന്ന രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ആക്രമണം നമ്മളെ കൂടി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദയനീയ സാഹചര്യമാണുള്ളത്. ലോകരാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ യുദ്ധത്തോടുള്ള നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും നമ്മുടെ ഇന്ത്യ കാലാകാലങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഈ ചേരിച്ചാര നയവും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യ സംരക്ഷണ നയവും
മുറുകി പിടിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കാൻ ഇടപെടണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തെ അറിയിക്കുകയാണ്. ശാന്തി മന്ത്രം ഉയരട്ടെ ശാന്തി മന്ത്രം ഉയരട്ടെ ശാന്തി മന്ത്രം ഉയരട്ടെ പ്രതിഷേധങ്ങൾ കനക്കട്ടെ പ്രതിഷേധങ്ങൾ കനക്കട്ടെ പ്രതിഷേധങ്ങൾ കനക്കട്ടെ പ്രതിഷേധങ്ങൾ കനക്കട്ടെ മുസ്ലിം ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ്